ഭീകരാക്രമണത്തിന്റെ പങ്ക് നിഷേധിക്കുകയാണ് അതിന്റെ സൂത്രധാരൻ എന്ന് നമ്മൾ നിലവിൽ വിചാരിക്കുന്ന ലഷ്കർ എ തലവൻ സൈഫുള്ള കസൂരി മാധ്യമങ്ങളിൽ പറയുന്ന ഭീകരരുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നാണ് അയാൾ പറയുന്നത്. അതിനൊപ്പം ഇന്ത്യ പാകിസ്ഥാനെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്നുമുള്ളതാണ് കസൂരിയുടെ ആരോപണം. ഇയാൾ ഏതു മാധ്യമം വഴിയാണ് ഇത്തരം ആരോപണങ്ങൾ മുന്നോട്ട് വെക്കുന്നത്? അല്പം മുൻപാണ് സമൂഹ മാധ്യമങ്ങളിൽ വഴി ഇത്തരത്തിൽ സൈഫുള്ള കസൂരിയുടെ ഈ പ്രതികരണം പ്രചരിച്ച് തുടങ്ങിയത്. അത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. പ്രധാനമായിട്ടും അയാൾ പറയുന്ന ഒരു കാര്യം, ഇതിന് പിന്നിൽ ലഷ്കർ ഇ തോയ്ബയല്ല, അല്ലെങ്കിൽ സൈഫുള്ള കസൂരിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല എന്നുള്ളൊരു കാര്യം അയാൾ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കുറച്ച് ദിവസമായി ഭീകരാക്രമണം നടന്നതിന് പിന്നാലെ ഇന്ത്യയിലെ മാധ്യമങ്ങൾ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ട് ചില ഭീകരരുടെ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നു. താനാണ് ഈ ഭീകരാക്രമണം നടത്തിയതിന് പിന്നിൽ ആസൂത്രകൻ എന്ന് പറയുന്നു. അതിലൊന്നും യാതൊരു ഒരു വസ്തുതയുമില്ല, വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒപ്പം ഇന്ത്യ ഇന്നലെ നടത്തിയ ചില ഉപരോധങ്ങൾ, അല്ലെങ്കിൽ പാകിസ്ഥാന് മീതെ നടത്തിയിരിക്കുന്ന ചില നയതന്ത്ര നടപടികൾ, അതിനെയും വിമർശിക്കുന്നുണ്ട്. ഇത്തരത്തിൽ പാകിസ്ഥാനിലേക്കുള്ള വെള്ളം അടയ്ക്കാൻ പോകുന്നു, പാകിസ്ഥാനെ വരൾച്ചയിൽ മുക്കിക്കൊല്ലാൻ പോകുന്നു, ഈ എംബസി അടയ്ക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതിർത്തി അടയ്ക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, വിസ നിഷേധിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ, ഇതിലെല്ലാം ലോകരാഷ്ട്രങ്ങൾ പാകിസ്ഥാനൊപ്പം നിൽക്കണമെന്നാണ് സൈഫുള്ള കസൂരിയുടെ വാദം. അതായത് ഇത്തരത്തിലൊരു ഭീകരാക്രമണം സാധാരണക്കാർക്ക് നേരെ ഭീകരരായിട്ടുള്ള ഭീകരർ വന്ന് നിറയൊഴിച്ചിട്ടും ലോകം മുഴുവൻ ഇന്ത്യക്ക് ഒപ്പം നിൽക്കുന്ന കാഴ്ചകൾ കണ്ടു. ഒരു പക്ഷേ ഭയന്നിട്ട് കൂടി ആയിരിക്കണം സൈഫുള്ള കസൂരി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ലോകം പാകിസ്ഥാനൊപ്പം നിൽക്കണമെന്നാണ് ഇപ്പോൾ അയാൾ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. മാത്രമല്ല പൂർണ്ണമായിട്ടും ഈ ഭീകരാക്രമണത്തിലുള്ള എല്ലാ പങ്കും നിഷേധിക്കുന്നുമുണ്ട്.